ഇലക്ഷൻ ഏപ്രിൽ 9 വോട്ടെണ്ണൽ മെയ് 4. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, വോട്ടെണ്ണൽ കഴിഞ്ഞിരിക്കുകയാണ്. ഭരണമാറ്റ ഉറപ്പ്. UDF തിരിച്ചു വരും, ശക്തമായി തിരിച്ചു വരും, ഇടിമുഴക്കം പോലെ തിരിച്ചു വരും. പിണറായി ഭരണം അവസാന നാളുകളിലാണ്. കാരണം ഔദ്യോഗികമായി സാങ്കേതികമായി ഇലക്ഷൻ 9-നും കൗണ്ടിങ് മെയ് 4-നുമാണെങ്കിലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, ജനങ്ങളാകുന്ന കോടതിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ സർക്കാർ പോയേ തീരൂ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ സർക്കാർ ഇന്ന് സാങ്കേതികമായി ഭരിക്കുകയാണ്. ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്. എല്ലാവരും ഓർത്തിരിക്കണം. പിണറായി ഭരണം പോയി കഴിഞ്ഞിരിക്കുകയാണ്. സാങ്കേതികമായുള്ള ഗവൺമെൻറ് മാത്രമാണ്. കേരളത്തിലെ ചരിത്രത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെൻറ് ആദ്യമായിട്ടാണ്. മെയ് മാസം 4 വോട്ടെണ്ണൽ കഴിഞ്ഞ് പുതിയ മന്ത്രിസഭ വരുമ്പോൾ പിണറായി മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. ഇതുപോലൊരു ചരിത്ര കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പം അവസാനത്തെ 2-3 മന്ത്രിസഭകളിൽ തിരക്കിട്ടെടുത്ത തീരുമാനങ്ങളല്ല ജനമനസ്സിലുള്ളത്. ആ തീരുമാനങ്ങൾക്ക് കടലാസിൻ്റെ വില പോലും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല. ആ തീരുമാനം നടപ്പാക്കേണ്ടത് വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഗവൺമെൻറ്റാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷം, അത് കഴിഞ്ഞ് തുടർഭരണം, 2-ാം ഭരണം, 6, 7, 8, 9, 10. ഓരോ വർഷത്തെയും മാറ്റങ്ങൾ. അധികാരത്തിൽ കയറിയ അന്നത്തെ പിണറായി ഗവൺമെൻറ് മുതൽ, അന്നത്തെ മുഖ്യമന്ത്രി മുതൽ, അധികാരം ഒഴിയാൻ പോകുന്ന മുഖ്യമന്ത്രി വരെ ആ ഗവൺമെൻറ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ വന്നപ്പോൾ ഒരു ജനകീയ ഗവൺമെൻറ്റായിരുന്നു, ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. അധികാരം ഒഴിയാൻ പോകുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വേഗം ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി മാറിയിരിക്കുന്നു. കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ് കാലം മുതൽ തുടങ്ങിയൊരു പ്രാക്ടീസുണ്ട്. അദ്ദേഹത്തിന് രോഗം വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ പ്രാക്ടീസ് തുടരാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം സന്ദർശകരെ വീട്ടിൽ സ്വീകരിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയതാണ് 3 to 5. ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 മണി വരെ കേരളത്തിലെ എല്ലാ ഭാഗത്തും വരുന്നവർക്ക് ഒരു അപ്പോയിൻമെൻറ്റും ഇല്ലാതെ സെക്രട്ടറിയുടെ അകത്ത് കയറി കൗണ്ടറിൽ നിന്ന് ഒരു പാസ് വാങ്ങിയാൽ മുഖ്യമന്ത്രിയെ കാണാം, മന്ത്രിമാരെ കാണാം. ഉദ്യോഗസ്ഥന്മാർക്കൊരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. 3 to 5 ഗവൺമെൻറ് സെക്രട്ടറിമാർ ഉൾപ്പെടെ എല്ലാവും ആ ഓഫീസിലുണ്ടാകണം, സന്ദർശകരെ കാണണം. ഇതായിരുന്നു അച്യുതമേനോൻ തുടങ്ങിയ കാലത്ത്.